KSRTC കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന പേരിൽ ഫോൺ വിളിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിളിച്ചാൽ ആരും ഫോൺ എടുക്കാറില്ലെന്ന പരാതിയെ തുടർന്നാണ് മന്ത്രി തന്നെ നേരിട്ട് വിളിച്ചത്. നിരുത്തരവാദിത്തപരമായി പെരുമാറിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. 9 കണ്ടക്ടർമാരെയാണ് സ്ഥലം മാറ്റിയത്. ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം എത്തുന്നു. ആഷിൻ ഡിയേഗോ, ഗതാഗത വകുപ്പിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റ് കേൾക്കാൻ തന്നെ ഒരു ചന്തമുണ്ട്. എന്തായാലും മന്ത്രി കലക്കി. അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പതിവ് ശൈലിയായിരുന്നോ കൺട്രോൾ റൂമിലെ ജീവനക്കാർക്ക്? സുജ, തീർച്ചയായും ഈ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരും ഫോൺ എടുക്കില്ല എന്നുള്ള ഒരു യാത്രക്കാരുടെ വലിയ തരത്തിലുള്ള പരാതികളുണ്ട്. വലിയ കാലമായി തന്നെ ഇത് തുടരുകയാണ്. കാരണം കൺട്രോൾ റൂമിലേക്ക് വിളിക്കുമ്പോൾ ആരും ഒന്നുകിൽ ഫോൺ എടുക്കില്ല, എടുത്താൽ തന്നെ ഭയങ്കര മോശമായി പെരുമാറുകയും മാത്രമല്ല കൃത്യമായി ഉത്തരം തരാറില്ല എന്നൊരു പരാതി വർഷങ്ങളെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് മന്ത്രി കുറേ നാൾ കൊണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് മന്ത്രി തന്നെ ഇന്ന് യാത്രക്കാരൻ എന്നുള്ള നിലയിൽ വിളിച്ചത് എന്നുള്ളതാണ്. KSRTC CMD അടക്കമുണ്ടായിരുന്ന ഒരു യോഗത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ചയായി വന്നിരുന്നു. മാത്രമല്ല ഈ യോഗത്തിൽ വെച്ച് തന്നെ മന്ത്രി ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തുടർന്ന് മന്ത്രി തന്നെ ഇവരെ നേരിട്ട് ഇടപെട്ട് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൺട്രോൾ റൂമിൽ, അതായത് ചീഫ് ഓഫീസിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന 9 ജീവനക്കാരെയാണ്, കണ്ടക്ടർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന 9 പേരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ 4 വനിതാ കണ്ടക്ടർമാരുമുണ്ട് എന്നുള്ളതാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ്. ഈ പരാതി ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതിനിടയിലാണ് മന്ത്രി തന്നെ ഇതിൽ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ KSRTCയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത്. അതിൽ ഇപ്പോൾ ഒരു പുതിയൊരു കാര്യം കൂടി മന്ത്രി തന്നെ നേരിട്ടിറങ്ങി ചെയ്തിരിക്കുന്നു. ഫോൺ വിളിച്ച് കൃത്യമായി മറുപടി നൽകാത്ത ഈ 9 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇവരെ മറ്റു ജില്ലകളിലേക്ക് മാറ്റിയവരുണ്ട്, ഡിപ്പോകളിലേക്ക് മാറ്റിയവരുണ്ട്. അങ്ങനെ 9 പേരെ കണ്ടക്ടർമാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകില്ല. എന്നാലും ഇവർ മന്ത്രിയോട് എന്തായിരിക്കും പറഞ്ഞത് എന്നറിയാനൊരു ആകാംക്ഷ. കാരണം മന്ത്രിക്ക് അടുത്ത നടപടിയിലേക്ക് പെട്ടെന്ന് കടന്നെങ്കിൽ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സുജ, തീർച്ചയായും. പക്ഷേ നിലവിൽ ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പരാതി മന്ത്രിയുടെ ഓഫീസിൽ തന്നെ നേരിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, CMDയുടെ ഓഫീസിലെത്തി പലരും പറയുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ആളുകൾ പറയുന്നുണ്ട് KSRTCയുടെ ഈ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല. പല അത്യാവശ്യങ്ങൾക്കും വിളിക്കുന്ന ആളുകളായിരിക്കും. ഓരോ യാത്രയെപ്പറ്റി ചോദിക്കുന്നു, ബസ്സുകളുടെ റൂട്ടിനെ പറ്റി ചോദിക്കുന്നത്, സമയത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അങ്ങനെ എപ്പോഴും എൻക്വയറികൾ വരുന്ന ഒരു വിഭാഗമാണ് ഇവിടെ. എന്നിട്ടും ആരും ഫോൺ എടുത്ത് കൃത്യമായി മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല എന്നൊരു പരാതി ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം മന്ത്രി തന്നെ നേരിട്ട് ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നു. മന്ത്രിക്ക് പോലും ഉത്തരം കൊടുത്തില്ല എന്നാലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്ന സ്ഥലത്തിന്റെ പേരാണ് കൺട്രോൾ റൂം. അതാണ് ഏറ്റവും വലിയ കോമഡി. KSRTC കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നത് വിവരങ്ങൾ കിട്ടാനാണ്. അപ്പോൾ അവിടെ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നടപടിയൊക്കെ ഉണ്ടാകും. എന്തായാലും മന്ത്രിയെ നേരിട്ടൊന്ന് വിളിച്ച് അഭിനന്ദിക്കണമെന്നുണ്ടായിരുന്നു. KB ഗണേഷ് കുമാറെ നമ്മൾ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ ഫോൺ എടുത്തില്ല. ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അത് കലക്കി. കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന പേരിൽ ഫോൺ വിളിച്ചാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളുകളുടെ രീതി എങ്ങനെയാണ്, നിരുത്തരവാദിത്തപരമായിട്ട് ആരൊക്കെയാണ് പെരുമാറുന്നതെന്ന് കൃത്യമായി നോക്കി 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റി. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, വണ്ടി ഓടിക്കുമ്പോഴാണോ, ഓടുന്ന വണ്ടിയിലാണോ ഫോൺ എടുക്കേണ്ടത്? അങ്ങനെയല്ല, ഇത് കൺട്രോൾ റൂം, ബസ്സല്ല. കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവർ ഫോൺ എടുക്കാത്തതിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ആഷിൻ ഡിയേഗോയാണ് ഈ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത്.